ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യ ഒരു നോട്ടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് വിമാനസേനാംഗങ്ങൾക്ക് ഉള്ള ഒരു അറിയിപ്പിനെയാണ് നോട്ടം എന്ന് പറയുന്നത്. ബംഗാൾ ഉൾക്കടലിലോ അറേബ്യൻ കടലിലോ ഇന്ത്യ സാധാരണയായി നോട്ടം അറിയിപ്പുകൾ പുറപ്പെടുവിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചൈന സ്ഥിരമായി തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു വരുന്ന ഒരു മേഖലയിലാണ് ഇന്ത്യ നോട്ടം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഗവേഷണത്തിന്റെയും വികസനത്തിന്റെയും പേരിൽ ചൈന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് അൾട്രാ മോഡേൺ സാങ്കേതിക വിദ്യ സജ്ജീകരിച്ച അന്തർവാഹിനികളും കപ്പലുകളും അയക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ഉയരുമ്പോഴെല്ലാം കടലിനടിയിലെ ഗവേഷണത്തിനായി തങ്ങളുടെ കപ്പലുകളും അന്തർവാഹിനികളും അയക്കുന്നുവെന്ന് ബീജിംഗ് സ്ഥിരമായി തന്നെ വാദിക്കുന്നുണ്ട്. ഗവേഷണ വികസനത്തിനായി അയക്കുന്ന കപ്പലുകളെ കുറിച്ചുള്ള മുൻകൂർ വിവരങ്ങൾ നൽകാൻ കഴിയുമെങ്കിലും ചൈന അത്തരമൊരു മുൻകൂർ വിവരങ്ങൾ ഇന്ത്യക്ക് നൽകുന്നില്ല. ന്യൂസ് 18ന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ 2530 കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് ഇന്ത്യ ഒരു നോട്ടം വിമാനങ്ങൾക്കും പൈലറ്റുമാർക്കുമുള്ള ഒരു അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ അറിയിപ്പ് പ്രകാരം ഓഗസ്റ്റ് 6, 7 തീയതികളിൽ ഈ നിയന്ത്രണം പ്രാബല്യത്തിൽ ഉണ്ടാകും. ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഇടത്തരം ദൂരപരിധിയുള്ള മിസൈലുകൾ ഇന്ത്യ ഈ സമയത്ത് വിന്യസിക്കുകയോ പരീക്ഷിക്കുകയോ ചെയ്തേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. നിശ്ചയിച്ചിട്ടുള്ള തീയതികളിൽ ഈ മേഖലയിലൂടെ വിമാനങ്ങളോ കപ്പലുകളോ സഞ്ചരിക്കാതിരിക്കാനാണ് ഈ നടപടി. നിശ്ചിത പാതയിൽ സിവിൽ അല്ലെങ്കിൽ വാണിജ്യപരമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്നതിനാണ് ഇത്തരം അറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. സുരക്ഷാ കാരണങ്ങളാലാണ് ഇത് ചെയ്യുന്നത്. വിവിധ കാരണങ്ങളാൽ നോട്ടം പുറപ്പെടുവിക്കാറുണ്ടെങ്കിലും ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള പ്രദേശം ഒരു മിസൈൽ പരീക്ഷണത്തെയാണ് സൂചിപ്പിക്കുന്നത്. സാധാരണയായി 2530 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകളെ ഇടത്തരം ദൂരപരിധിയിലുള്ള മിസൈലുകൾ എന്നാണ് തരംതിരിക്കാറുള്ളത്. അതിനാൽ നോട്ടത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ദൂരപരിധി കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യ ഒരു ഇടത്തരം ദൂരപരിധിയുള്ള മിസൈൽ പരീക്ഷിക്കാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. നേരത്തെ 2026 മെയ് 6 മുതൽ 9 വരെ ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യ ഒരു നോട്ടം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഒഡീസ തീരത്തുള്ള അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് ഏകദേശം 2560 കിലോമീറ്റർ നീളമുള്ള ഈ പാതയെ ഈ നിയന്ത്രണം ഉൾക്കൊള്ളുന്നുണ്ട്. വിമാനങ്ങളുടെ സുരക്ഷയെ ബാധിച്ചേക്കാവുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പൈലറ്റുമാരെ അറിയിക്കുന്നതിനാണ് നോട്ടം പുറപ്പെടുവിക്കുന്നത്. എന്നിരുന്നാലും ഇന്ത്യയുടെ അടുത്ത തലമുറ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 6ന്റെ പരീക്ഷണ സാധ്യതകളെ കുറിച്ചുള്ള ഒരു ഊഹാപോഹങ്ങൾക്ക് ഈ നീക്കം വലിയ രീതിയിൽ ഒരു വഴിവെക്കുന്നുണ്ട്. 10,000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള അഗ്നി 6 മിസൈൽ പരീക്ഷണത്തിന് പൂർണ്ണ സജ്ജമാണെന്നും കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി മാത്രമാണ് ഇനി കാത്തിരിക്കുന്നതെന്നും DRDO ചെയർമാൻ സമീർ വി കാമത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വ്യക്തമാക്കിയതും ഒരു ശ്രദ്ധേയമാണ്. ഇന്ത്യ ഇതിനകം അഗ്നി 5 മിസൈൽ പരീക്ഷിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ 10,000 കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരപരിധിയുള്ള മിസൈൽ പരീക്ഷിക്കുന്നതിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിരോധ ശാസ്ത്രജ്ഞർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.